നമസ്കാരം. ഇന്നത്തെ ലൈവ് സെഷൻ ആരംഭിക്കാൻ നമുക്ക് സമയമായി. 12 മണിയായി. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരൂ. എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് ആവേശകരമാക്കാൻ പറ്റുള്ളൂ. ആരും എത്തിയില്ല ഇതുവരെ. എത്തുന്നവർ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ എന്നുള്ളത്. ആരും ഇതുവരെ ലൈവിൽ ചേർന്നതായിട്ട് എനിക്ക് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ലൈവ് കാണുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? ആരുമില്ല. നിങ്ങളെല്ലാവരും കൂട്ടക്ഷങ്ങളെ ലൈവ് മറന്നുപോയോ? ആരുമില്ലേ ലൈവ് കാണാൻ? ആരുമില്ലേ? ഞാൻ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ആരെയും കാണാനില്ല. എല്ലാവരും ഞായറാഴ്ചയായിട്ട് ഇന്ന് ലൈവൊക്കെ ഉപേക്ഷിച്ച് പോയോ? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ലൈവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചധികം പേർ വന്ന ശേഷം മാത്രമേ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുസ്തക പ്രേമികൾക്കൊക്കെ ഉത്തരം പറയാവുന്നതാണ്. ആരും ലൈവിലില്ലല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്താരും ഇല്ലാത്തത്? ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ ലൈവിൽ. ബാക്കിയുള്ളവരെല്ലാവരും എവിടെ പോയി? പെട്ടെന്ന് വരൂ. ആരെയും കാണാനില്ലല്ലോ ലൈവിൽ. നിങ്ങൾക്ക് ലൈവും ചോദ്യങ്ങളൊന്നും വേണ്ടേ? ഞാനിവിടെ ചോദ്യങ്ങളുമായി തയ്യാറായിരിക്കുന്നു. ഒരു മനുഷ്യനെയും ലൈവിൽ കാണാനില്ല. ആകെ ഒരേ ഒരാളാണ് ലൈവ് കാണുന്നതായിട്ട് എനിക്കിവിടെ കാണിക്കുന്നത്. അത് പോരാ, കൂടുതൽ ആളുകൾ വന്നാലേ നമുക്ക് ലൈവ് അതിൻ്റെ ആവേശത്തോടുകൂടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജയശ്രീ ജോൺ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും എവിടെ പോയി? പെട്ടെന്ന് എല്ലാവരും വരൂ. ഞാൻ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്വിസിലുള്ളത്. പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്വിസാണ് ഇന്നത്തേത്. എൻ്റെ പേര് പവിത്ര ഉണ്ണി. അപ്പോൾ ലൈവിൽ കൂടുതൽ പേര് ചേർന്നാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ഉച്ച സമയമാണ് എങ്കിലും ആളുകൾ താരതമ്യേന ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 12 മണിക്ക് ലൈവ് വയ്ക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരൂ. എല്ലാവരും എവിടെ പോയി? ആദ്യത്തെ ചോദ്യം ചോദിക്കാം. പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ലൈവില്. ആദ്യത്തെ ചോദ്യം, പെൺ രാമായണം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പെൺ രാമായണം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓഥറിൻ്റെ പേര് പറയുന്നവർക്ക് ഞാൻ പോയിന്റ് നൽകുന്നതാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യം കാണുന്ന പേരായിരിക്കും ഞാൻ പോയിന്റ് നൽകാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവിൽ എന്നോടൊപ്പം ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ലൈവിൽ വന്ന് ഉത്തരം പറയണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ചോദ്യം ഇതാണ്, രചയിതാവ് ആരാണ്? രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ രാമന്റെ യാത്ര എന്നുള്ള അർത്ഥത്തിലാണ് രാമായണം വരുന്നത്. പെൺ രാമായണം അതാരാണ് എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യുക. കൂടുതൽ ഉത്തരങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈശാഖ് ജയ് പറയുന്നു ആനന്ദ് നീലകണ്ഠൻ ആണോ? ഉറപ്പിക്കാമോ? അമൽ ഫർമിസ് പറയുന്നു ആനന്ദ്. ആരാണ് പെൺ രാമായണം എന്നുള്ള പുസ്തകം രചിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടുപേരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഉത്തരം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കണം. ബാക്കി ആർക്കെങ്കിലും ഉത്തരങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പെട്ടെന്ന്. അമൽ ഫർമിസ് ആനന്ദ് നീലകണ്ഠൻ എന്ന് പേര് പൂർത്തിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയും പറയുന്നു ആനന്ദ് നീലകണ്ഠനാണ് ഉത്തരവെന്ന്. ശരിയാണ്.
ആണോ? പെൺ രാമായണം എന്ന പുസ്തകം രചിച്ചത് ആനന്ദ് നീലകണ്ഠനാണോ? ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് വൈശാഖാണ്. വൈശാഖിന് 1 പോയിന്റ്. ആനന്ദ് നീലകണ്ഠൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പെൺ രാമായണം. കൂടുതൽ പേര് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. 20 ചോദ്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പറയുന്ന കഥാപാത്രം ഏത് പുസ്തകത്തിൽ, ആരെഴുതിയ പുസ്തകത്തിൽ എന്നുള്ളത് പറയണം. രണ്ടും ഒരുമിച്ച് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പോയിന്റ് എനിക്ക് ഭാഗിച്ചു കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന കഥാപാത്രം ഏത് പുസ്തകത്തിൽ, ഏത് രചയിതാവിന്റെ പുസ്തകത്തിൽ എന്നുള്ളതാണ് പറയേണ്ടത്. കോരപ്പാപ്പൻ എന്നുള്ള കഥാപാത്രം ഏത് പുസ്തകത്തിൽ, ആരെഴുതിയിട്ടുള്ള പുസ്തകത്തിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് വൈശാഖാണ് ശരി ഉത്തരം നൽകിയത്. വൈശാഖിന് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. വൈശാഖ് ഇന്നും പ്രത്യേക ചായ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉത്തരങ്ങൾ വേഗം വേഗം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കോരപ്പാപ്പൻ എന്നുള്ള കഥാപാത്രം ഉള്ള പുസ്തകം ഏതാണ്, അതിന്റെ രചയിതാവ് ആരാണ്? കോരപ്പാപ്പനെ എല്ലാവരും മറന്നോ? കോരപ്പാപ്പൻ എന്നുള്ള കഥാപാത്രം ഏത് പുസ്തകത്തിൽ, ആരുടെ രചനയിലാണ് ആ കഥാപാത്രം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. വൈശാഖ് ജയ് പറയുന്നു ഫ്രാൻസിസ് സിറ്റിക്കോര ആണോ, ശരിയാണോ? ബാക്കിയുള്ളവർ കൂടി കമന്റ് ചെയ്യുക. കുറച്ചുപേർ ഉത്തരം പറഞ്ഞ ശേഷം ഞാൻ ഉത്തരം കൺഫേം ചെയ്യുന്നതാണ്. വേറെ ആരും ഉത്തരം പറയുന്നില്ലേ? ടൈപ്പ് ചെയ്യാനുള്ള സമയം തരില്ലല്ലോ എന്ന് വൈശാഖിനോട് പറയുന്നുണ്ട്. അമൽ ഫർമിസ് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്നു. വൈശാഖ് ജയ് ടി ഡി രാമകൃഷ്ണൻ. സുനന്ദ മഹേഷ് ടി ഡി ആർ എന്ന് പറയുന്നു. അമൽ ഫർമിസ് ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തരം ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന നോവലിൽ ടി ഡി രാമകൃഷ്ണൻ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് കോരപ്പാപ്പൻ. അതുകൊണ്ട് വൈശാഖിന് 1 പോയിന്റ് കൂടി. എല്ലാവരും ശ്രദ്ധിക്കുക, വൈശാഖിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈശാഖാണ് ക്വിസിൽ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അമൽ ഫർമിസ് പറയുന്നു ഫ്രാൻസിസ് സിറ്റിക്കോര. സിൽവി മൈക്കിൾ, ഞാൻ വോയിസ് ടൈപ്പ് ചെയ്തിട്ട് എല്ലാം തെറ്റിയാ വരുന്നതെന്ന്. അത് കോട്ടയം ഭാഷയിൽ പറയുന്നുണ്ടായിരിക്കും സിൽവി മൈക്കിൾ ആ പ്രശ്നം. കോട്ടയം ഭാഷ പക്ഷെ കുറച്ച് അച്ചടി ഭാഷയാണല്ലോ, എന്നിട്ടും വോയിസ് ടൈപ്പിങ്ങിന് മനസ്സിലാവുന്നില്ലേ? എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നതും വൈശാഖാണ്. അപ്പോൾ വൈശാഖിന് 1 പോയിന്റ് കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, നഷ്ടജാതകം എന്ന പുസ്തകം ആരുടെ രചനയാണ്? നഷ്ടജാതകം എന്ന പുസ്തകം ആരുടെ രചനയാണെന്നുള്ളതാണ് ചോദ്യം. ജയശ്രീ ഒരാളെ ടൈപ്പ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തു എന്നാണ് വൈശാഖ് ജയ് പറയുന്നത്. ചെയ്തിട്ടുണ്ട്, ആ ആളാണ് വൈശാഖ് എന്നും ജയശ്രീ പറയുന്നുണ്ട്. വൈശാഖിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം ബാക്കിയുള്ളവരുടെ ലക്ഷ്യം. എവിടെ നമ്മുടെ സ്ഥിരം ക്വിസ് എന്തൂസിയാസ്റ്റുകളെ ഒന്നും കാണാനില്ലല്ലോ, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ചോദ്യം കേട്ടല്ലോ, നഷ്ടജാതകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വേഗം വേഗം പറയുക. ശ്രീദേവി നമ്പ്യാർ പറയുന്നു പുനത്തിൽ. ജയശ്രീ ജോൺ പറയുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. വേറെ ഉത്തരങ്ങളുണ്ടോ? നഷ്ടജാതകം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. സത്യമായിട്ട് എൻ്റെ അല്ലാന്ന് സിൽവി മൈക്കിൾ ആണെന്ന് തോന്നുന്നു പറയുന്നത്. ഇത് നഷ്ടജാതകമോ? അത് ചിലപ്പോൾ ആയിരിക്കും. വൈശാഖ് ജയ് പോരട്ടെ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ ആളുകൾ പങ്കെടുക്കുകയും പോയിന്റുകൾ നേടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്വിസ് കുറച്ചുകൂടി രസകരമാകുന്നത്. അപ്പോൾ വൈശാഖിനെ കടത്തിവെട്ടിക്കൊണ്ട് ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പുനത്തിൽ എന്നുള്ളതാണ് ഉത്തരം. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുസ്തകമാണ് നഷ്ടജാതകം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്, അവളവൾ ശരണം. ഇത് ആരുടെ പുസ്തകമാണ്? അവളവൾ ശരണം.
ഇത് ആരുടെ പുസ്തകമാണെന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. അവളവൾ ശരണം എന്ന പുസ്തകം ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം പറയുക. നാലാമത്തെ ചോദ്യമാണിത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് വൈശാഖ് പോയിന്റ് നേടി. മൂന്നാമത്തെ ചോദ്യത്തിന് ശ്രീദേവി നമ്പ്യാരാണ് പോയിന്റ് നേടിയിരിക്കുന്നത്. 4ാമത്തെ ചോദ്യമാണിത്. അവളവൾ ശരണം എന്ന പുസ്തകം ആരുടെ രചനയാണ്? നോക്കട്ടെ ആരൊക്കെയാണ് കൂടുതലായി പുസ്തകങ്ങളെ പ്രേമിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ വായിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത്. വൈശാഖ് പറയുന്നു സോണിയ ചെറിയാൻ. അമൽ ഫർമിസ് പറയുന്നു സോണിയ. സജ്ന അബ്ദുള്ള പറയുന്നു കേണൽ സോണിയ. വേറെ ഉത്തരവുണ്ടോ? അവളവൾ ശരണം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഉത്തരം പറഞ്ഞത് ശരിയെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പേര് കൂടി ഉത്തരം പറയട്ടെ. അമൽ ഈ പുസ്തകത്തെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടില്ലേ എന്ന് ഉണ്ടെന്നാണ് എൻ്റെയും ഓർമ്മ. അവളവൾ ശരണം ഈ പുസ്തകം എഴുതിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ശ്രീദേവി നമ്പ്യാർ പറയുന്നു കേണൽ ഡോക്ടർ സോണിയ ചെറിയാനെന്ന്. ഉത്തരം ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. വൈശാഖ് ജയാണ് ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വൈശാഖിനൊരു പോയിന്റ്. ലെഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാനാണ് അവളവൾ ശരണം എന്ന പുസ്തകം രചിച്ചത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. എനിക്ക് തോന്നുന്നു അമൽ ഫർമിസ് വായിച്ചിട്ടുണ്ടെന്ന്. വായന കുറവാണ് എന്നല്ല, ഇപ്പൊ വായിക്കാൻ തന്നെ തോന്നാറില്ല എന്നാണ് വൈശാഖ് ജി പറയുന്നത്. എങ്കിലും ഉത്തരം വൈശാഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ഇത് ആരുടെ പുസ്തകമാണ്? വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. പാപങ്ങളിലും വിശുദ്ധി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നെങ്കിലും വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ തന്നെയാണ്. അങ്ങനെ പേരിലൊരു പുസ്തകം ഒരാൾ രചിച്ചിട്ടുണ്ട്. അത് ആരാണെന്നുള്ളതാണ് ചോദ്യം. വൈശാഖിനെ പിടിച്ച് പുറത്താക്കുമെന്ന് സജ്ന അബ്ദുള്ള പറയുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് വൈശാഖ് ക്വിസുകളെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറയുന്നവർ ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടാവുമോ എന്ന് സെബി ജോസഫ് ചോദിക്കുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കാതെ പറയുന്നതാണ് അതിൻ്റെതായ ശരി. ഗൂഗിൾ ചെയ്യാതെ ഉത്തരം പറയാൻ എല്ലാവരും ശ്രമിക്കുക. ഗൂഗിളിൽ 1 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. പക്ഷെ അതല്ല നമ്മുടെ ഒരു ക്വിസിന്റെ ലക്ഷ്യം. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന്, നിങ്ങളുടെ വായനയിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അവനോട് തന്നെ സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീദേവി നമ്പ്യാർ പറയുന്നു അരുൺ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു അരുൺ എഴുത്തച്ഛൻ. സുനന്ദ മഹേഷ് പറയുന്നു അരുൺ. ആരാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. വേറെ ഉത്തരങ്ങളുണ്ടോ? ഗൂഗിൾ നോക്കണം, ഫാസ്റ്റായി ടൈപ്പ് ചെയ്യണം. അന്നേരം കൊണ്ട് പലരും ഉത്തരം പറയും. അങ്ങനെ നോക്കരുത്. സ്വന്തമായ ഓർമ്മകളിൽ നിന്നും വായനയിൽ നിന്നുള്ള ഉത്തരവാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമല്ലോ. അപ്പോൾ ഗൂഗിൾ ചെയ്യാതെ ഉത്തരം പറയാൻ കൂടുതലും ശ്രമിക്കുക. വത്സല രാജൻ പറയുന്നു അരുൺ. ഗൂഗിൾ ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണേ. കാരണം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വിസിലൂടെ ആരുടെയും ബുദ്ധി അളക്കാനുള്ള ഒരു ക്വിസും അല്ല. നമ്മൾ പുസ്തകങ്ങളോട് എത്രത്തോളം അടുത്തിരിക്കുന്നു, നമ്മൾ പുസ്തകങ്ങളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് മാത്രമാണിത്. അപ്പോ ചോദ്യം ഇതായിരുന്നു, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണെന്ന് തോന്നുന്നു. അരുൺ എഴുത്തച്ഛന്റെ പുസ്തകമാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. അപ്പൊ നമുക്ക് 5 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ 3 പോയിന്റുമായിട്ട് വൈശാഖ് ജയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. 2 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാർ 2ാം സ്ഥാനത്തുണ്ട്. വേറെ ആരും ഇതുവരെ പോയിന്റ് തുറന്നിട്ടില്ല. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യം, ഈ രചയിതാവ് ഈ അടുത്ത കാലത്ത് വളരെ കുപ്രസിദ്ധി നേടിയിരുന്നു. ആന ഡോക്ടർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആന ഡോക്ടർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇതിന്റെ ഉത്തരം പെട്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആന ഡോക്ടർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഗൂഗിൾ ചെയ്യാതെ ഉത്തരം പറയാൻ പറ്റുമോ നോക്കട്ടെ ആർക്കെങ്കിലും. ഉത്തരം ശരിക്കും
ശരിക്കുള്ള ഉത്തരം ഗൂഗിൾ നോക്കാതെ അറിയാവുന്നവർക്കാവും ആദ്യം പറയാൻ സാധിക്കുക. അത് ശരിയാണ്. എന്നാൽ പോലും ഗൂഗിൾ ചെയ്യുന്ന ചില വിദഗ്ധരും നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ജയമോഹൻ. സജ്ന അബ്ദുള്ള പറയുന്നു ജയമോഹൻ. സോറി. വൈശാഖ് ജയ് പറയുന്നു ജയമോഹൻ. സുനന്ദ മഹേഷ് പറയുന്നു ജയമോഹൻ. വൈശാഖ് ജയ് പറയുന്നു 3 തവണ ടൈപ്പ് ചെയ്ത് തെറ്റിയെന്ന്. ആരോ കണ്ണു വെച്ചിട്ടുണ്ട് വൈശാഖിന്റെ ശരി ഉത്തരങ്ങളെ, അതുകൊണ്ടായിരിക്കും. സിൽവി മൈക്കിൾ പറയുന്നു ജയമോഹൻ. അമൽ ഫെർമിസ് ഞാൻ പോയി പിന്നെ വരാമെന്ന്. അങ്ങനെ ചെയ്യല്ലേ അമൽ, ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. പുസ്തകങ്ങളുടെ ഒപ്പം കുറച്ച് സമയം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരി ഉത്തരം ജയമോഹൻ എന്ന് തന്നെയാണ്. ജയമോഹൻ ഈ അടുത്ത് കുപ്രസിദ്ധി നേടിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ആന ഡോക്ടർ. അപ്പൊ ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാരാണ്. അപ്പോൾ ശ്രീദേവിക്ക് 1 പോയിന്റ്. അപ്പോൾ ഇപ്പോൾ വൈശാഖിന്റെയും ശ്രീദേവിയുടെയും പോയിന്റുകൾ തുല്യമാണ്. 3 പോയിന്റുമായിട്ട് വൈശാഖും ശ്രീദേവിയും ഒപ്പം നിൽക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന്റെ പേരെന്താണ്? എഴുത്തുകാരൻ ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന്റെ പേരെന്താണ്? ബ്രേക്ക് കഴിഞ്ഞു എന്ന് അമൽ ഫെർമിസ് പറയുന്നു. ജോലി സ്ഥലത്തായിരിക്കും അല്ലേ? കുഴപ്പമില്ല, പിന്നീട് വന്ന് ലൈവ് കാണാൻ ശ്രമിക്കുക. ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന്റെ പേരെന്താണ്? എവിടെ ഉത്തരങ്ങൾ? എവിടെ ഉത്തരങ്ങൾ? നിങ്ങൾക്ക് ആർക്കും ഉത്തരം അറിയില്ലേ? എല്ലാവരും ഗൂഗിൾ ചെയ്യാൻ പോയോ? ഉണ്ണിയാറിന്റെ, എഴുത്തുകാരൻ ഉണ്ണിയാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന്റെ പേരെന്താണ്? ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം തന്നെയാണോ നിങ്ങൾ എല്ലാവരും പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു അപ്ഡേറ്റ് വെച്ച് അതാണ് ഉണ്ണിയാറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം. ആ പുസ്തകം അദ്ദേഹത്തിന്റെ ചെറുകഥകളുടെ സമാഹാരമാണ്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു തിരുവിളയാടൽ. വൈശാഖ് ജയ് പറയുന്നു ഒരു ഭയങ്കര കാമുകൻ. ഞാനും പോവാ, എൻ്റെ സമയം കഴിഞ്ഞു, ടാറ്റാന്ന് സിൽവി മൈക്കിൾ. ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് പവിത്രാജി എന്ന് വിമിത പറയുന്നുണ്ട്. മലയാളി മെമ്മോറിയൽ. മലയാളി എന്ന വാക്ക് അതിൽ എന്തായാലും ഉണ്ട്. ഞാൻ ലേറ്റ് ആയല്ലോ എന്ന് തൊയ്ബ് കടങ്ങോട് പറയുന്നുണ്ട്. നീല ചിത്രമാണോ എന്ന് സജ്ന അബ്ദുള്ള ചോദിക്കുന്നു. ഇതൊരു കഥാസമാഹാരമാണ്, ചെറുകഥാസമാഹാരമാണ്. മുൻപ് തന്നെ ഉണ്ണിയാറിന്റെ ഇറങ്ങിയിട്ടുള്ള ചില കഥകൾ കൂടി അതിനകത്ത് വരുന്നുണ്ട്. മലയാളി എന്ന പേര് ആ പുസ്തകത്തിന്റെ പേരിലുണ്ട്. അതാണ് ഒരു ക്ലൂ. ആർക്കുത്തരം പറയാൻ സാധിച്ചിട്ടില്ല. മലയാളി എന്ന പേര് അതിന്റെ പേരിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു പുസ്തകമാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ നോക്കട്ടെ. നേരം വെളുത്തതേ ഉള്ളൂ എന്ന് വിമിത പറയുന്നു. ശരിയാണ്, ഗൾഫിലൊക്കെ നേരം വെളുക്കുന്നതേ ഉള്ളൂ. മലമുകളിൽ 2 പേരെന്ന് മുർഷിദ പർവീൺ പറയുന്നുണ്ട്. നോക്കട്ടെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു എന്ന്. വൈശാഖ് ജി പറയുന്നു അടങ്ങ് മലയാളി എന്ന്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതാണ്, അടങ്ങ് മലയാളി എന്നുള്ളതാണ് ഉണ്ണിയാറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥാസമാഹാരം. അപ്പോൾ അതിന്റെ പോയിന്റും വൈശാഖ് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ മലമുകളിൽ 2 പേർ, മലയാളി മെമ്മോറിയൽ, അതൊക്കെ എനിക്ക് തോന്നുന്നു മലമുകളിൽ 2 പേരും മലയാളി മെമ്മോറിയലും കഥാസമാഹാരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടങ്ങ് മലയാളി എന്നുള്ള പുസ്തകമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഈ പുസ്തകം ആരുടെ ആത്മകഥയാണെന്നാണ് പറയേണ്ടത്? പുസ്തകത്തിന്റെ പേര് സ്വരഭേദങ്ങൾ. സ്വരഭേദങ്ങൾ എന്നുള്ള ആത്മകഥ ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. വൈശാഖിന് ഭക്ഷണം കഴിക്കാൻ ടൈം ആയില്ലേ എന്ന് സുനന്ദ മഹേഷ്
വളരെ ആവലാതിയോടെ ചോദിക്കുന്നുണ്ട്. ഉത്തരങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഉത്തരം വേഗം കമന്റ് ചെയ്യുക. സ്വരഭേദങ്ങൾ എന്നുള്ള ആത്മകഥ ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യങ്ങൾ കഠിനമാണോ? വേഗം വേഗം കമന്റ് ചെയ്യൂ ഉത്തരങ്ങൾ. വൈശാഖ് ജയ് പറയുന്നു ഭാഗ്യലക്ഷ്മി എന്ന്. ത്വയ്പ് കടങ്ങോട് പറയുന്നു ഭാഗ്യലക്ഷ്മി. വേറെ ഏതെങ്കിലും ഉത്തരങ്ങളുണ്ടോ? ശ്രീദേവി നമ്പ്യാർ പറയുന്നു ഭാഗ്യലക്ഷ്മി. സുനന്ദ മഹേഷ് പറയുന്നു ഭാഗ്യലക്ഷ്മി. ഉത്തരം ശരിയാണ്. വൈശാഖിനാണ് ഒരു പോയിന്റ്. ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയാണ് സ്വരഭേദങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് പറയേണ്ടത്. പുസ്തകത്തിന്റെ പേര് എന്റെ ആണുങ്ങൾ. എന്റെ ആണുങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നിഷ ബിജുകുമാർ ഭാഗ്യലക്ഷ്മി, സെബി ജോസഫ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവരൊക്കെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, സ്വരഭേദങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയാണ്. ഉത്തരം ആദ്യം പറഞ്ഞത് വൈശാഖാണ്, അതുകൊണ്ട് വൈശാഖിന് ഒരു പോയിന്റ് ലഭിക്കുന്നു. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, എന്റെ ആണുങ്ങൾ എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? ഉത്തരങ്ങൾ വേഗം വേഗം കമന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പോയിന്റ് നില എങ്ങനെയാണ്? 5 പോയിന്റുമായിട്ട് വൈശാഖ് 1ാം സ്ഥാനത്ത്, 3 പോയിന്റുമായിട്ട് ശ്രീദേവി നമ്പ്യാർ 2ാം സ്ഥാനത്ത്. ബാക്കി ആരും ഇതുവരെ പോയിന്റ് നേടിയിട്ടില്ല. എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ ഞാൻ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു, ഒരു സെക്കൻഡ്. നളിനി ജമീല എന്ന് സായി അജിത്ത്, വൈശാഖ് ജയ്, വിമിത തുടങ്ങിയവരൊക്കെ പറയുന്നു. സുനന്ദ മഹേഷ് പറയുന്നു. ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ ആണെന്നാണ് എനിക്ക് കാണുന്നത്. ഒന്ന് കൺഫേം ചെയ്യാമോ ആരെങ്കിലും? ശ്രീദേവി അല്ലേ ആദ്യം പറഞ്ഞത്? ശ്രീദേവിയാണോ ആദ്യം ഉത്തരം പറഞ്ഞെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യണേ. അപ്പോൾ നമ്മുടെ മത്സരം ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 പോയിന്റുമായി വൈശാഖും 4 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാരുമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആരും ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്, KPSC ലളിതയുടെ നടി KPSC ലളിതയുടെ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? KPSC ലളിതയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞു തന്നത്. ശ്രീദേവിക്കാണ് പോയിന്റ് കൊടുക്കുന്നത്. KPSC ലളിതയുടെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ഉത്തരം വേഗം വേഗം കമന്റ് ചെയ്യുക. ഉത്തരങ്ങൾ വരട്ടെ. കഥ തുടരുമെന്ന് ജയശ്രീ ജോൺ പറയുന്നു. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ലളിതമെന്ന്. വേറെ ഉത്തരങ്ങളുണ്ടോ? കഥ തുടരുമാണോ ലളിതമാണോ? KPSC ലളിതയുടെ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. കഥ തുടരുമെന്ന് ലക്ഷ്മി പ്രഭ പറയുന്നു. അറിയില്ല എന്ന് സുനന്ദ മഹേഷ് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്നുള്ളതിന് അറിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാത്ത കാര്യം അറിയും എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞത്. നല്ലത് മനസ്സിലായോ? നിമ ഫൈസൽ കഥ തുടരും. ജയശ്രീ ജോൺ പറയുന്നു ലളിതം ആണെന്ന്. കഥ തുടരും ആത്മകഥയാണെന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. ഏതാണ് ഉത്തരം? കഥ തുടരുവാണോ ലളിതമാണോ? വേറെ ആർക്കെങ്കിലും വേറെ ഉത്തരവുണ്ടോ? അപ്പോൾ ഉത്തരം ലളിതം എന്നുള്ളതാണ് ഉത്തരം. എനിക്ക് തോന്നുന്നു ശ്രീദേവി നമ്പ്യാരാണ് ആദ്യ ഉത്തരം പറഞ്ഞതെന്ന്. എന്റെ സ്ക്രീനിൽ ശ്രീദേവിയുടെ പേരാണ് കാണിക്കുന്നത്. നിഷ ബിജുകുമാർ പറയുന്നു കഥ തുടരും. പക്ഷെ ശ്രീദേവി നമ്പ്യാരാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. ലളിതം എന്നുള്ളതാണ് KPSC ലളിതയുടെ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര്. അടുത്ത ചോദ്യം ഇതാണ്, ഈ പുസ്തകം രചിച്ചത്
ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് അടിമ മക്ക. അടിമ മക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. എല്ലാം മനസ്സിലായി. നമുക്ക് ബുദ്ധി കൂടുതലല്ലേ എന്ന് സുനന്ദ മഹേഷ്. അതെ, നമുക്ക് ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെയാണ്. നമ്മൾ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയും, അല്ലാതെ അറിയാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞ് അറിയാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കില്ല. ചോദ്യം ഇതാണ്, അടിമ മക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരം പറയുന്നു നോക്കട്ടെ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു സി കെ ജാനു. വൈശാഖ് ജെ പറയുന്നു സി കെ ജാനു. സുനന്ദ മഹേഷ് പറയുന്നു സി കെ ജാനു. വേറെ ഉത്തരവുണ്ടോ? അടിമ മക്ക എന്ന പുസ്തകം ആരുടേതാണെന്നുള്ളതാണ് ചോദ്യം. വേറെ ഉത്തരങ്ങൾ വരുന്നുണ്ടോ നോക്കട്ടെ. ജയശ്രീ ജോൺ പറയുന്നു സി കെ ജാനു. വേറെ ഉത്തരങ്ങളൊന്നും വന്നിട്ടില്ല. ശ്രീദേവി നമ്പ്യാർ, വൈശാഖ് ജെ, സുനന്ദ മഹേഷ്, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ അടിമ മക്ക സി കെ ജാനുവിന്റെ പുസ്തകമാണെന്നാണ് പറയുന്നത്. ഉത്തരം ശരിയാണ്. ശ്രീദേവി നമ്പ്യാരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. സി കെ ജാനുവിന്റെ പുസ്തകമാണ് അടിമ മക്ക. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖിനെ പിന്തള്ളിക്കൊണ്ട് 6 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാർ 1ാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ്. വൈശാഖ് 5 പോയിന്റുമായി 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സി കെ ജാനു എന്ന് അച്ചു വിപിനും ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചാലോ? അടുത്ത ചോദ്യം ഇതാണ്, ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ആരാണ്? ഇതൊരു രണ്ടുപേർ ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് BC 261. BC 261. ഈ പുസ്തകം രചിച്ചത് ആരൊക്കെ ചേർന്നാണെന്നുള്ളതാണ് ചോദ്യം. സെക്കൻഡ് പറഞ്ഞവർക്ക് പോയിന്റ് കൊടുക്കുന്നില്ല, ഫസ്റ്റ് പറഞ്ഞവർക്ക് മാത്രമേ പോയിന്റ് കൊടുക്കുള്ളൂ. കൂടുതൽ ആളുകൾ വരട്ടെ എന്ന് വൈശാഖ് ജി. അതെ, വൈശാഖിനെ 2ാം സ്ഥാനത്തേക്ക് തള്ളി ശ്രീദേവി നമ്പ്യാർ 1ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. നിഷ ബിജുകുമാർ പറയുന്നു സി കെ ജാനു. ശരിയാണ്, അടിമ മക്ക എന്നുള്ള പുസ്തകം സി കെ ജാനുവിന്റെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, BC 261 എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണ്? വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. ശ്രീദേവി നമ്പ്യാർ പറയുന്നു രഞ്ജു ലിജിൻ ജോൺ. വൈശാഖ് ജയ് പറയുന്നു ലിജിൻ ജോൺ രഞ്ജു. രണ്ടാമത്തെ ആളുടെ പേര് ഓർമ്മ വരുന്നില്ലെന്ന് സുനന്ദ മഹേഷ് പറയുന്നു. ജയശ്രീ ജോൺ പറയുന്നു രഞ്ജു ക്ലിമാനൂർ, ലിജിൻ ജോൺ എന്നുള്ളത്. വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. BC 261 എന്നുള്ള പുസ്തകം ആരൊക്കെ ചേർന്ന് രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. പുതിയൊരു താരോദയമാണ് നമ്മുടെ ക്വിസിൽ. ശ്രീദേവി 1 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു. രഞ്ജു കിളിമാനൂരും ലിജിൻ ജോണും ചേർന്നാണ് BC 261 എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് ദൈവത്തിന്റെ ചാരന്മാർ. ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. ആദ്യം കമന്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഞാൻ പോയിന്റ് നൽകുള്ളൂ. എനിക്കിന്ന് ടൈപ്പോ ഭൂതം കയറിയെന്ന് വൈശാഖ് ജയി. ഞാൻ പറഞ്ഞില്ലേ, ആരുടെയോ കണ്ണു തട്ടിയതാണ്. വൈശാഖ് ജയിച്ച് മുന്നേറുന്നത് കാണാൻ പറ്റാത്ത ആരോ ഒരാൾ ഇവിടെയുണ്ട്. അന്നംകുട്ടി ജോസഫ് എന്ന് ജയശ്രീ ജോൺ. ജോസഫ് അന്നംകുട്ടി എന്ന് ശ്രീദേവി നമ്പ്യാർ. ആണോ? ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ജയശ്രീ ജോൺ അന്നംകുട്ടി ജോസഫ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ശ്രീദേവി നമ്പ്യാറിന് പോയിന്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നു. കാരണം ജോസഫ് അന്നംകുട്ടി ജോസഫ് എന്നാണ് പേര്. വൈശാഖ് ജെ ഞാൻ ബേസിൽ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്തു. അത്ഭുതമില്ല, ആരുടെയോ കണ്ണുണ്ട് തീർച്ചയായിട്ടും. സുനന്ദ മഹേഷ് പറയുന്നു ജോസഫ് അന്നംകുട്ടി. ജയശ്രീ ജോണിന് കൊടുക്കണോ ശ്രീദേവി നമ്പ്യാർക്ക് കൊടുക്കണോ പോയിന്റ്? ആരെങ്കിലും ഒക്കെ ഒന്ന്
കമന്റ് ചെയ്യൂ, എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ഉത്തരം അതാണ്, ജോസഫ് അന്നക്കുട്ടി ജോസഫ് എന്നുള്ളതാണ് ഉത്തരം. ദൈവത്തിന്റെ ചാരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞാൽ ജോസഫ് അന്നക്കുട്ടി ജോസഫ് എന്നാണ് പേരെന്ന് ജോസഫ് അന്നൻകുട്ടി ജോസഫ് എന്നാണ് പേരെന്ന് ജയശ്രീ ജോൺ പറയുന്നു. ജയശ്രീ ജോണിന് ഒരു പോയിന്റ് കൊടുക്കാന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പൊ ജയശ്രീക്ക് ഒരു പോയിന്റ്. ശ്രീലക്ഷ്മി എന്ന് ലക്ഷ്മി പ്രഭ പറയുന്നു. സുനന്ദ മഹേഷ് പറയുന്നു ജയശ്രീ. എനിക്ക് തോന്നുന്നു ശ്രീദേവി എന്ന് പറഞ്ഞതാണെന്ന്. ജയശ്രീക്ക് പോയിന്റ് കൊടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഒരാൾ കൂടി നമ്മുടെ പോയിന്റിലേക്ക് കയറുന്നു. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ഈ പുസ്തകം രചിച്ചത് ആരാണ്? ബിരിയാണി. ഞായറാഴ്ച ഉച്ച സമയമാണ്, ഈ പേര് പറയരുത്, എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ആ പേര് പറയുകയാണ്. ബിരിയാണി എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ്? വേഗം വേഗം ഉത്തരം കൊടുക്കുക. എന്റെ സ്ക്രീനിൽ ഞാനാണെന്ന് ശ്രീദേവി നമ്പ്യാർ. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണേ ശ്രീദേവി. ചിലപ്പോ നമ്മുടെ കമന്റ് ആയിരിക്കും ആദ്യം FB കാണിക്കുക, അതുകൊണ്ടായിരിക്കും അങ്ങനെ. എനിക്കിവിടെ ആദ്യം കാണിക്കുന്നത് ജയശ്രീ ജോണിലെയാണ്. ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? അത് തന്നെയാണ് ഉത്തരം എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ബിരിയാണി എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. സന്തോഷ് ചേച്ചിക്കാനെന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. സുമാ ജയമോഹൻ, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ശ്രീദേവിക്ക് ഒരു പോയിന്റ്. 8 പോയിന്റുമായി ശ്രീദേവി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 5 പോയിന്റുമായി വൈശാഖ് ജെ ആണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് ജയശ്രീ ജോൺ 1 പോയിന്റ് നേടി പോയിന്റ് മത്സരത്തിലേക്ക് കടന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് നാർമടിപ്പുടവ. നാർമടിപ്പുടവ എന്നുള്ള നോവൽ രചിച്ചത് ആരാണ്? വേഗം വേഗം ഉത്തരം വരട്ടെ, വേഗം വേഗം ഉത്തരം വരട്ടെ. നാർമടിപ്പുടവ എന്നുള്ള നോവൽ രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. സാറ ജോസഫ് എന്ന് ജയശ്രീ ജോൺ പറയുന്നു. സാറ തോമസ് എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. ഉത്തരം ഏതാണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? നാർമടിപ്പുടവ എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചന്ദ്രകല എസ് കമ്മത്ത് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. നാർമടിപ്പുടവ എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. പ്രിയ സുധി പറയുന്നു സാറാ തോമസ് എന്ന്. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. സാറാ തോമസിന്റെ പുസ്തകമാണ് നാർമടിപ്പുടവ. അടുത്ത ചോദ്യം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒരു ദേശത്തിന്റെ കഥ ആരുടെ രചനയിൽ പുറത്തു വന്ന പുസ്തകമാണെന്നുള്ളതാണ് ചോദ്യം. ഒരു ദേശത്തിന്റെ കഥ. ഷാജിദ ഷാജി ലളിതാംബിക അന്തർജനം. എനിക്ക് തോന്നുന്നു നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണെന്ന് തോന്നുന്നു നാർമടിപ്പുടവ. അല്ല, സാറാ തോമസിന്റെ ആണ് നാർമടിപ്പുടവ. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, ഒരു ദേശത്തിന്റെ കഥ രചിച്ചത് ആരാണെന്നുള്ളതാണ്. സ്കൂളിൽ പൊറ്റങ്കാട് എന്നൊക്കെ വൈശാഖ് ജയ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സത്യമായിട്ടും ഒരു ടൈപ്പോ ഭൂതം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. SK എന്ന് ശ്രീദേവി നമ്പ്യാർ, സാറ ജോസഫ് എന്ന് ജയശ്രീ ജോൺ. എനിക്ക് തോന്നുന്നു നേരത്തെ ചോദ്യത്തിന് ഉത്തരവാന്ന് തോന്നുന്നു. SK പൊറ്റക്കാട് എന്ന് ജയശ്രീ ജോൺ, ദിവ്യ ശ്രീകുമാർ പൊറ്റക്കാട്, ജൂല വി ഗോപാൽ SK പൊറ്റക്കാട് എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്രീദേവി നമ്പ്യാരാണ് ഇപ്രാവശ്യവും പോയിന്റ് നേടിയിരിക്കുന്നത്. SK പൊറ്റക്കാടിന്റെ പുസ്തകമാണ് ഒരു ദേശത്തിന്റെ കഥ. അടുത്ത ചോദ്യം ഇതാണ്, ഈ പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് നിന്ന് കത്തുന്ന കടലുകൾ. ഞാൻ ആദ്യം പറഞ്ഞെന്ന് സുനന്ദ മഹേഷ് പറയുന്നു. പക്ഷെ എനിക്കിവിടെ കാണിക്കുന്നത് ശ്രീദേവി നമ്പ്യാരാണ്. ആർക്കെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ? SK എന്ന ശ്രീദേവി നമ്പ്യാർ ആദ്യം കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൺഫേം ചെയ്യണേ ജയശ്രീ, ആദ്യം ആരാ പറഞ്ഞു എന്നുള്ളത്. ഇപ്പോഴുള്ള ചോദ്യം ഇതാണ്, നിന്ന് കത്തുന്ന കടലുകൾ ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം.
ആയിട്ടുള്ളൊരു പുസ്തകമാണ്. വേഗം ഉത്തരം കമന്റ് ചെയ്യുക. എൻ്റെ സ്ക്രീനിൽ പൊറ്റക്കാട് ആദ്യം പറഞ്ഞത് സുനന്ദ മഹേഷ് ആണെന്ന്. ഒരാൾ കൂടി ഒന്ന് കൺഫേം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് സുനന്ദ മഹേഷിന് കൊടുക്കേണ്ടി വരും. അപ്പോ സുനന്ദ മഹേഷിനാണ് ഈ പോയിന്റ് കൊടുക്കുന്നത്. എസ് കെ പൊറ്റക്കാട് എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് സുനന്ദയാണെന്നാണ് ജയശ്രീ കൺഫേം ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം, നിന്ന് കത്തുന്ന കടലുകൾ ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. ജോളി ചിറിയത്തെന്ന് ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ജോളി ചിറിയത്തെന്ന് വൈശാഖ് ജയ് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പോയിന്റ് ശ്രീദേവി നമ്പ്യാർക്കാണ്. പ്രിയ സുധി പറയുന്നു ജോളി ചിറയത്തെന്ന്. ശരി ഉത്തരമാണ്. നിന്ന് കത്തുന്ന കടലുകൾ എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത് ജോളി ചിറയത്താണ്. പോയിന്റ് ശ്രീദേവി നമ്പ്യാറിന്. അടുത്ത ചോദ്യം, ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പുസ്തകത്തിന്റെ പേര് ചട്ടക്കാരി. ചട്ടക്കാരി എന്നുള്ള പുസ്തകം ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്റെ രണ്ടുത്തരവും നേരത്തെ വന്നു എന്ന് വൈശാഖ് ജെ. ചോദ്യം കേട്ടതിന് മുമ്പേ വന്നു എന്നാണോ? ചട്ടക്കാരി ഈ പുസ്തകം ആരുടെയാണ്? സുമാ ജയമോഹൻ പറയുന്നു പമ്മൻ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു പമ്മൻ. ശരി ഉത്തരാണോ? വേറെ ആർക്കെങ്കിലും ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ചട്ടക്കാരി എന്നുള്ള പുസ്തകം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പമ്മൻ എന്നുള്ളതാണ്. ഉത്തരം ആദ്യം പറഞ്ഞത് സുമാ ജയമോഹനാണ്. സുമാ ജയമോഹൻ ഒരു പോയിന്റ്. നമ്മുടെ പോയിന്റ് നിലയിൽ നോക്കാം. 10 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 5 പോയിന്റുമായി വൈശാഖ് രണ്ടാം സ്ഥാനത്തും ജയശ്രീ ജോൺ, സുനന്ദ മഹേഷ്, സുമാ ജയമോഹൻ തുടങ്ങിയവർ ഓരോ പോയിന്റ് വീതം നേടിയിരിക്കുന്നു. പ്രിയ സുധി പറയുന്നു തോപ്പിൽ ബാസി അല്ല, ചട്ടക്കാരി പമ്മന്റെ രചനയാണ്. അടുത്ത ചോദ്യം, ഈ പുസ്തകം ആര് രചിച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് ദേജാവു. ഇതും ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരുപാട് പഴയ പുസ്തകമല്ല. ദേജാവു എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുമോ നോക്കട്ടെ. ശ്രീദേവിയെ കടത്തി വെട്ടാൻ ആരും ഉണ്ടോ? ദേജാവു എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. വേഗം വേഗം കമന്റ് ചെയ്യുക. മായ കിരൺ എന്ന് ഫർസാന നോഫൽ പറയുന്നു. ജയശ്രീ ജോൺ പറയുന്നു മായ കിരൺ ഗസ് ആണെന്ന് ഫർസാന നോഫൽ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു മായ കിരൺ ആണോ? ഗസ് ശരിയാണോ? ശരി ഉത്തരം മായ കിരൺ എന്നുള്ളതാണ്. ഫർസാന നൗഫലാണ് എനിക്ക് ആദ്യം കാണിക്കുന്നത്. ഫർസാനയ്ക്ക് ഒരു പോയിന്റ്. വിഷ്ണു രാമെന്ന് സുനന്ദ മഹേഷ്, മായ കിരൺ എന്ന് സുമാ ജയമോഹൻ പറയുന്നു. ഫർസാന നൗഫൽ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗസ് ആണെന്ന് പറയുന്നു, എങ്കിലും ഉത്തരം ശരിയാണ്. മായ കിരൺ ആണ് ദേജാവുവിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഈ പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് ഓജോ ബോർഡ്. ഓജോ ബോർഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം പറയൂ. ഓജോ ബോർഡ് എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? ലാജോ ജോസ് എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു.
അഖിൽ പി ധർമ്മജൻ എന്ന് ഫർസാന നൗഫൽ പറയുന്നു. ആരാണ് ഈ പുസ്തകം രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓജോ ബോർഡ് എന്നുള്ള പുസ്തകം. അജിത് രാജ് പറയുന്നു അഖിൽ ധർമ്മജൻ. ജയശ്രീ ജോൺ പറയുന്നു അഖിൽ പി ധർമ്മജൻ. ഉത്തരം അഖിൽ പി ധർമ്മജൻ എന്നുള്ളതാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് സുനന്ദ മഹേഷ് ആണെന്ന് തോന്നുന്നു അല്ലെ? സുനന്ദ മഹേഷിന് ഒരു പോയിന്റ്. ജയശ്രീ ഒന്ന് കൺഫേം ചെയ്യണേ. സുനന്ദ മഹേഷ് ആണ് ആദ്യം എനിക്ക് കാണിക്കുന്നത്. ധർമ്മജൻ അഖിൽ എന്ന് ലക്ഷ്മി പ്രഭ പറയുന്നു. അഖിൽ പി ധർമ്മജൻ എന്ന് സുമ ജയമോഹൻ പറയുന്നു. ഉത്തരം ശരിയാണ്. ഓജോ ബോർഡ് അഖിൽ പി ധർമ്മജന്റെ പുസ്തകമാണ്. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് സുനന്ദ മഹേഷ് ആണ്. സുനന്ദയ്ക്ക് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം വളരെ വിവാദമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് രചിച്ചത് ആരാണെന്ന് പറയണം. പുസ്തകത്തിന്റെ പേര് മീശ. മീശ ആരുടെ രചനയാണെന്നുള്ളതാണ് ചോദ്യം. സുനന്ദ മഹേഷാണ് ആദ്യം അഖിൽ പറഞ്ഞത് എന്ന് ജയശ്രീ ജോൺ. അപ്പൊ സുനന്ദയ്ക്കാണ് ഒരു പോയിന്റ്. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, മീശ ആരുടെ രചനയാണ്? വേഗം വേഗം ഉത്തരം കമന്റ് ചെയ്യുക. ഹരീഷ് എന്ന് ഫർസാന നോഫൽ പറയുന്നു. അജിത് രാജ് പറയുന്നു ഹരീഷ്. സുനന്ദ മഹേഷ് പറയുന്നു ഹരീഷ്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു എസ് ഹരീഷ്. വൈശാഖ് ജയ് പറയുന്നു എസ് ഹരീഷ്. ജയശ്രീ ജോൺ പറയുന്നു ഹരീഷ് എസ്. ഫർസാനയാണ് ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഫർസാനയ്ക്ക് ഒരു പോയിന്റ്. എസ് ഹരീഷിന്റെ ആണ് മീശ എന്ന്. അടുത്ത ചോദ്യം, ഈ പുസ്തകം ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് ആ നദിയോട് പേര് ചോദിക്കരുത്. ആ നദിയോട് പേര് ചോദിക്കരുത്. ഞാനാ എന്ന് സുനന്ദ മഹേഷ് പറയുന്നുണ്ട്. എനിക്കിവിടെ കാണിക്കുന്നത് ഫർസാന നൗഫലാണ്. അതുകൊണ്ട് ഫർസാനയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ജയശ്രീ പറയണേ. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, ആ നദിയോട് പേര് ചോദിക്കരുത്. ഫർസാനയാണെന്ന് ജയശ്രീ ആണ്. ഫർസാനയ്ക്ക് പോയിന്റ് കൊടുക്കുന്നു. ആരാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ്? വേഗം വേഗം കമന്റ് ചെയ്യുക ഉത്തരം. ഷീല എന്ന് സുനന്ദ മഹേഷ്. ഷീല ടോമി എന്ന് അജിത് രാജ്. ശ്രീദേവി നമ്പ്യാർ ഷീല ടോമി. ജയശ്രീ ജോൺ ഷീല ടോമി. വേറെ ഉത്തരവുണ്ടോ? ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഷീല ടോമി എന്നുള്ളതാണ് ഉത്തരം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്റെ സ്ക്രീനിൽ സുനന്ദയാണ്. സുനന്ദ തന്നെയാണോ ഒന്ന് കൺഫേം ചെയ്യണേ. സുനന്ദ മഹേഷ് ഒരു പോയിന്റ് കൂടി നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, സുനന്ദ തന്നെയാണോ ഇത് ആദ്യം പറഞ്ഞതെന്നൊന്ന് കൺഫേം ചെയ്യണേ. അടുത്ത ചോദ്യം, അശ്വതി ശ്രീകാന്തിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? എഴുത്തുകാരി അശ്വതി ശ്രീകാന്തിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? സുനന്ദ മഹേഷ് ആണെന്ന് ജയശ്രീ ജോൺ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയിന്റ് സുനന്ദ മഹേഷിനാണ്. ഫർസാന നൗഫൽ പറയുന്നു കാളി. വേറെ ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ശ്രീദേവി നമ്പ്യാർ പറയുന്നു കാളി. സുനന്ദ മഹേഷ്, ഷീജ ഇബ്രാഹിം, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ കാളി എന്നാണ് ഉത്തരം പറയുന്നത്. ഉത്തരം ശരിയാണ്. ഫർസാന നോഫലിനാണ് പോയിന്റ്. ഫർസാനയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാളി എന്നുള്ള പേരിലാണ് അശ്വതി ശ്രീകാന്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇത് ഒരു വിവർത്തന പുസ്തകമാണ്, എങ്കിലും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിന്റെ രചയിതാവ് ആരാണെന്നാണ് പറയേണ്ടത്. പുസ്തകത്തിന്റെ പേര് യുദ്ധവും സമാധാനവും. യുദ്ധവും സമാധാനവും രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ പെട്ടെന്ന് വരട്ടെ.
ശ്രീദേവി നമ്പ്യാർ പറയുന്നു ടോൾസ്റ്റോയ്. ശരി ഉത്തരമാണോ? ജയശ്രീ ജോൺ പറയുന്നു ടോൾസ്റ്റോയ്. അജിത് രാജ് പറയുന്നു ടോൾസ്റ്റോയ്. കുട്ടിക്ക് മലയാളം അറിയാന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കപ്പോൾ ഇംഗ്ലീഷ് വിവർത്തന പുസ്തകങ്ങളെ കുറിച്ചും അറിയാം. ഉത്തരം ശരിയാണ്. ശ്രീദേവി നമ്പ്യാരാണ് പോയിന്റ് നേടിയിരിക്കുന്നത്. ജയശ്രീ ജോൺ, അജിത് രാജ്, ഷീജ ഇബ്രാഹിം തുടങ്ങിയവരൊക്കെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. പുസ്തകത്തിന്റെ പേര് പൊനം. പൊനം എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആരാണ് ഉത്തരം പറയാൻ പോകുന്നത് നോക്കട്ടെ. ടോൾസ്റ്റോയ് എന്ന് സുമാ ജയമോഹൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് ഉത്തരം. നെറ്റ് പോയെന്ന് ഫർസാന, നെറ്റിനൊപ്പം പോയിന്റും പോയെന്ന് സുനന്ദ മഹേഷ്. അജിത് രാജ് പറയുന്നു പ്രശാന്ത്. ജയശ്രീ ജോൺ പറയുന്നു KN പ്രശാന്ത്. വേറെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? ആരെങ്കിലും വേറെ ഉത്തരം പറയുന്നുണ്ടോ? KN പ്രശാന്ത് ആണ് ഉത്തരം. ആദ്യം പറഞ്ഞത് അജിത് രാജാണ്. അജിത് രാജിന് ഒരു പോയിന്റ്. ഫുൾ നെയിമിന് പോയിന്റ് കൊടുക്കണം എന്നൊരു സജഷൻ ഉണ്ടെന്ന് വൈശാഖ് ജി. അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ചിലര് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുമ്പോൾ പകുതിയായി പോകുന്നതാണ്. എങ്കിലും അവരുടെ മനസ്സിൽ ആ ഉത്തരമുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ അജിത് രാജനാണ് ഇപ്രാവശ്യം പോയിന്റ്. അടുത്ത ചോദ്യം: ഈ പുസ്തകം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിന്റെ പേര് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. അജിത് രാജ് പറയുന്നു ഇതുവരെ ഇല്ലാത്തൊരു സജഷൻ. ശരിയാണ്. വൈശാഖിന് പോയിന്റ് കിട്ടാതായപ്പോഴാണോ വൈശാഖ് ഈ സജഷനുമായി വന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശ്രീദേവി നമ്പ്യാറാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ബെന്യാമിൻ എന്ന് ശ്രീദേവി നമ്പ്യാർ, ബെന്യാമിൻ എന്ന് ജയശ്രീ ജോൺ, അജിത് രാജ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ശരിയാണോ? ബെന്യാമിന്റെ ആണോ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി? നെറ്റ് സ്ലോ ആണ്. എനിക്ക് ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം വരുന്നു. റിഫ്രഷ് ചെയ്തിട്ടും നോ രക്ഷാണ്. ദിവ്യ ശ്രീകുമാർ. ഒന്ന് FB ക്ലോസ് ചെയ്തിട്ട് എടുത്ത് നോക്കൂ, അപ്പൊ ചിലപ്പോൾ ശരിയാകായിരിക്കും. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി ബെന്യാമിന്റെ നോവലാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ പറയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. വിലായത്ത് ബുദ്ധ ആരുടെ പുസ്തകമാണ്? വിലായത്ത് ബുദ്ധ. സുമാ ജയമോഹൻ, ബെന്യാമിൻ പറയുന്നുണ്ട്. ശരി ഉത്തരമാണ്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി ബെന്യാമിന്റെ രചനയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം വിലായത്ത് ബുദ്ധ ആരുടെ രചനയാണെന്നുള്ളതാണ്. ഉത്തരങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഇന്ദുഗോപൻ എന്ന് ജയശ്രീ ജോൺ, ഫർസാന നോഫൽ, GR ഇന്ദുഗോപൻ, ഗ്രേറ്റ് ഇന്ദുഗോപൻ എന്ന് ശ്രീദേവി നമ്പ്യാർ, ഗോപൻ എന്ന് ഫർസാന നോഫൽ, സജ്ന അബ്ദുള്ള ആണോ എന്ന് സുനന്ദ മഹേഷ്, അജിത് രാജ് ഇന്ദുഗോപൻ. പലരും ഉത്തരം പറയുന്നുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. ജയശ്രീക്ക് ഒരു പോയിന്റ്. GR ഇന്ദുഗോപന്റെ പുസ്തകമാണ് വിലായത്ത് ബുദ്ധ. അടുത്ത ചോദ്യം ഇതാണ്: ആരാച്ചാർ
എന്നുള്ള പുസ്തകം ആരുടെ രചനയാണെന്നുള്ളതാണ് ചോദ്യം. ടൈപ്പോ കാരണം എൻ്റെ മൂഡ് പോയെന്ന് വൈശാഖ് ജെ. ഉത്തരങ്ങൾ ശരിക്കും ടൈപ്പ് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഗ്രേറ്റ് ഇന്ദുഗോപൻ ഓട്ടോ കറക്റ്റ് ആയതാണോ, ശരിക്കും ഗ്രേറ്റ് ആണോ എന്ന് അജിത് രാജ് ചോദിക്കുന്നുണ്ട്. ആരാച്ചാർ എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. മീര എന്ന ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ്, ഫർസാന നൗഫൽ, KR മീര, ജയശ്രീ ജോൺ, KR മീര, ദിവ്യ ശ്രീകുമാർ, KR മീര, സുനന്ദ മഹേഷ്, KR മീര. ഈ പോയിന്റും ശ്രീദേവി നമ്പ്യാർ കൊണ്ടുപോയിട്ടുണ്ട്. KR മീരയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഈ പുസ്തകത്തിന്റെ പേരിതാണ്, കഥാകാരനെ കണ്ടുപിടിക്കുക. ഇതിന്റെ ശരിക്കത്തെ പേര് ഞാൻ പറയുന്നില്ല, കഥാകാരൻ തന്നെ അഥവാ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കഥാകാരനെ കണ്ടുപിടിക്കണം. പുസ്തകത്തിന്റെ പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി. പെണ്ണുങ്ങളുടെ ബുദ്ധി ആരെഴുതിയ പുസ്തകമാണ്? പുസ്തകത്തിന്റെ പേര് കൂടി പറഞ്ഞാൽ നല്ലത്. നെറ്റ് സ്ലോ ആണെന്ന് ഫർസാന നൗഫൽ. ചോദ്യം ഇതാണ്, ഒരു പ്രശസ്തനായ കഥാകാരന്റെ ഒരു പുസ്തകത്തിന്റെ അദ്ദേഹം തന്നെ പറയുന്ന ഒരു മറ്റൊരു പേരാണത്, പെണ്ണുങ്ങളുടെ ബുദ്ധി. അതേത് പുസ്തകമാണ് എന്നുള്ളതാണ് ചോദ്യം, ആരുടെയാണെന്നുള്ളത്. ഫർസാന നൗഫൽ പറയുന്നു ബഷീർ എന്ന്, ശ്രീദേവി നമ്പ്യാർ പറയുന്നു ബഷീർ എന്ന്, ഫർസാന നൗഫൽ പറയുന്നു പാത്തുമ്മയുടെ ആട്, ജീസ് കൈതാരം പറയുന്നു ബഷീർ, ഷീജ ഇബ്രാഹിം പറയുന്നു വൈക്കം മുഹമ്മദ് ബഷീർ, അജിത് രാജ് പറയുന്നു ബഷീർ. ഉത്തരം ശരിയാണ്, ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുള്ള പുസ്തകത്തെ കുറിച്ചാണ് ചോദിച്ചത്. ഫർസാന നൗഫലിനാണ് ഈ പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ പുസ്തകം ആരുടേതാണെന്നുള്ളതാണ് ചോദ്യം. കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ ആരുടെ രചനയാണെന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരം കമന്റ് ചെയ്യുക. കാറ്റ് പറഞ്ഞ കഥ, പാത്തുമ്മയുടെ ആടെന്ന് ഷീജ ഇബ്രാഹിം കമന്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, പാത്തുമ്മയുടെ ആട്. ജീസ് കൈതാരം പറയുന്നു, സുമാ ജയമോഹൻ പറയുന്നു വൈക്കം മുഹമ്മദ് ബഷീർ, ഫർസാന നൗഫൽ പറയുന്നു മുകുന്ദൻ. കാറ്റ് പറഞ്ഞ കഥ മുകുന്ദനാണോ? സുനന്ദ മഹേഷ് പറയുന്നു OV വിജയൻ, ശ്രീദേവി നമ്പ്യാർ പറയുന്നു OVV, ജയശ്രീ ജോൺ പറയുന്നു OV വിജയൻ. ആരാണ്, മുകുന്ദനാണോ OV വിജയനാണോ? സുനന്ദ മഹേഷ് ആണ് ഉത്തരം ആദ്യം പറഞ്ഞത്. OV വിജയന്റെ ആണ് കാറ്റ് പറഞ്ഞ കഥ. അടുത്ത ചോദ്യം, ഈ പുസ്തകം ആരാണ് രചിച്ചത് എന്നുള്ളതാണ് പറയേണ്ടത്. റൂത്തിന്റെ ലോകം. റൂത്തിന്റെ ലോകം എന്നുള്ള പുസ്തകം ആര് രചിച്ചതാണെന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരം കമന്റ് ചെയ്യുക. OV വിജയൻ എന്നുള്ള ഉത്തരം ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ജീസ് കൈതാരം, ദിവ്യ ശ്രീകുമാർ തുടങ്ങിയവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. റൂത്തിന്റെ ലോകം ആരുടെ പുസ്തകമാണെന്നുള്ളതാണ് ചോദ്യം. ലാജോ എന്ന് ജയശ്രീ ജോൺ, ലാജോ ജോസ് എന്ന് ശ്രീദേവി നമ്പ്യാർ, ലിജോ എന്ന് സുനന്ദ മഹേഷ്, അജിത് രാജ് പറയുന്നു ലാജോ. ഉത്തരം ലാജോ ജോസ് എന്നുള്ളതാണ്. ജയശ്രീ ജോൺ ആണ് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജയശ്രീക്ക് ഒരു പോയിന്റ്. നമ്മുടെ ചോദ്യങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ക്യൂസ് ഇവിടെ അവസാനിപ്പിക്കാം. അവസാനത്തെ ചോദ്യമാണ്, ഈ പുസ്തകം ആര് രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. തകര. തകര ആര് രചിച്ചതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വേഗം കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ലാജോ ജോസഫ് എന്ന് ജീസ് കൈതാരം പറയുന്നു. നേരത്തെ ചോദ്യത്തിന് ഉത്തരമാണെന്ന് തോന്നുന്നു. ലാജോ ജോസിന്റെ ആണ് റൂത്തിന്റെ ലോകം. ആദ്യ ഉത്തരം പറഞ്ഞ ജയശ്രീ ജോൺ ആണ്. ജയശ്രീക്ക് വെച്ചടി കയറ്റമാണല്ലോ എന്ന് വൈശാഖ് ജി പറയുന്നുണ്ട്. ഭരതൻ എന്ന് വൈശാഖ് ജി പറയുന്നു.
ശ്രീദേവി നമ്പ്യാർ പറയുന്നു തകര ഭരതൻ എന്ന്. അജിത് രാജ് പറയുന്നു നിതിൻ. ജയശ്രീ ജോൺ പറയുന്നു പത്മരാജൻ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു പത്മരാജൻ. സുനന്ദ മഹേഷ് പറയുന്നു പത്മരാജൻ. ശരി ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. സോറി, ലാജോ ജോസ് എന്ന് സുമ ജയമോൻ പറയുന്നു. നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിരിക്കാം റൂത്തിന്റെ ലോകം. ലാജോ ജോസിന്റെ പുസ്തകമാണ്. തകര ലിജി ഗഫൂർ പറയുന്നു പത്മരാജൻ. ശരി ഉത്തരം പി പത്മരാജൻ എന്നുള്ളതാണ്. ജയശ്രീ ജോണാണ് ആ പോയിന്റ് നേടിയിരിക്കുന്നത്. ജയശ്രീയെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ നമ്മുടെ പോയിന്റ് നില ക്വിസ് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ്. 13 പോയിന്റുമായി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീദേവി നമ്പ്യാരാണ്. കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാം സ്ഥാനത്ത് വൈശാഖാണ്, 5 പോയിന്റ്. ജയശ്രീ ജോണും ഫർസാന നൗഫലും സുനന്ദ മഹേഷും 4 പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനം പങ്കിടുന്നു. സുമ ജയമോഹനും അജിത് രാജും ഓരോ പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്വിസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ്, പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് നമ്മുടെ ക്വിസുകളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട്, വേറെ എന്തൊക്കെ തരത്തിലുള്ള ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ക്വിസ് കേൾക്കാനും അതുപോലെ തന്നെ പങ്കെടുക്കാനും താല്പര്യം എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിജയി ശ്രീദേവി നമ്പ്യാരാണ്. അതും രണ്ടാം സ്ഥാനത്തുള്ള വൈശാഖുമായി വളരെയധികം പോയിന്റ് വ്യത്യാസത്തിലാണ് ശ്രീദേവി വിജയിച്ചിരിക്കുന്നത്. ശ്രീദേവിക്ക് 13 പോയിന്റ് ആണുള്ളത്. വൈശാഖ് രണ്ടാം സ്ഥാനത്ത് 5 പോയിന്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ക്വിസ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ മറ്റൊരു വിഷയവുമായി മറ്റൊരു ക്വിസുമായി ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ആരെങ്കിലും ഒരാൾ വരും. നിങ്ങളെല്ലാവരും 12 മണിക്ക് കൃത്യം ഇന്ത്യൻ സമയം ഇവിടെ ഹാജരായിക്കൊള്ളുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.